ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ധ്യാൻ ദേവിച്ച്. ഇന്ന് നമ്മൾ ഗജനി സിനിമയുടെ ഈ ഗജനി നമ്മുടെ സൂര്യണ്ണൻ്റെ ഗജനി സിനിമയുടെ റിവ്യൂമായിട്ടാണ് നിങ്ങളുടെ മുന്നിലോട്ട് എത്തിയിരിക്കുന്നത്. സോ നമുക്ക് അധികം വൈകിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. സോ ഗായ്സ്, നമ്മൾ ഗജനി സിനിമ കണ്ടിരിക്കുകയാണ്. സൂര്യണ്ണൻ്റെ സിനിമേനെ പറ്റി അഭിപ്രായം പറയാനൊന്നുമില്ല, കാരണം ഈ സിനിമ ഒരു റിലീസ് ചെയ്തിരിക്കുന്ന സിനിമയാണ്. തമിഴിലൊരു 20 വർഷം മുന്നേ ഇറങ്ങിയിരിക്കുന്ന സിനിമയാണ് ഗജനി എന്ന് പറയുന്ന സിനിമ. ബട്ട് ഈ സിനിമയുടെ പ്രിൻറ്റിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. സിനിമയുടെ പ്രിൻറ്റിനെ പറ്റി പറയുമ്പോൾ ഗില്ലിയുടെ അത്ര, അതായത് കമ്പയർ ചെയ്യല്ല, ബട്ട് ഈ സിനിമയുടെ പ്രിൻ്റ് എന്ന് പറയുന്നത് വളരെ മോശമാണ്. അതായത് ചില സമയത്ത് നല്ല രീതിയിൽ കാണിക്കും, അതായത് പാട്ടുകളായാലും ഇതായാലും ഒക്കെ നല്ല പ്രിൻറ്റിലും നല്ല സൗണ്ടിലും കാണിക്കും. ചില സീനെത്തുമ്പോൾ മറ്റേ പഴയ ഇതാവും, നമ്മൾ കഞ്ഞി കുടിക്കുമ്പോൾ കല്ല് കടിക്കില്ലേ, ആ സംഭവം സെയിം സാധനം ഇവിടെ നടക്കുന്നതാണ്. അത് ഇത്തിരി മോശമായിട്ട് തോന്നി. പിന്നെ മെയിൻ ഹൈലൈറ്റ് നമ്മുടെ റിയാസ് അണ്ണൻ, SRK ശ്രീ റിയാസ് ഖാൻ ഈ പടത്തിലുണ്ട്. അടിച്ച് കയറി വാ. എൻ്റെ മോനെ തിയേറ്ററിൽ ആൾ വന്നപ്പോൾ ഇത് മാത്രമേ ഉണ്ടായുള്ളൂ. സീരിയസ്ലി ഗൈസ്, എനിക്ക് വീഡിയോ പിടിച്ച് വയ്ക്കാൻ പറ്റില്ല, ബട്ട് വിൻറ്റേജ് റിയാസ് ഖാൻ ഈസ് ഹോട്ട്. ഐ എം നോട്ട് ഗേ, ബട്ട് നമ്മളൊരു ആണിൻ്റെ ഒരു ഇത് കണ്ടില്ലേ, 6 പാക്ക് ബോഡി, ആ ഒരു ഇതിൽ സൂര്യണ്ണനെ വെല്ലുന്ന ബോഡി ഉള്ള നമ്മുടെ റിയാസ് അണ്ണൻ ചത്തുപോവും. കുഴപ്പമില്ല. പിന്നെ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ സൗണ്ട് അടിപൊളിയായിരുന്നു. വേറെ എടുത്ത് പറയത്തൊക്കെ ഒന്നുമില്ല, കാരണം റിലീസ് ചെയ്ത സിനിമ നമുക്കറിയാമല്ലോ. വേറെ നമുക്ക് എടുത്ത് പറയാനൊന്നുമില്ല. പിന്നെ എടുത്തു പറയാൻ എനിക്കൊരു കാര്യമുണ്ട്. എടുത്തു പറയില്ല എന്ന് പറഞ്ഞത് ഈ കാര്യം എടുത്ത് പറയാനാണെന്ന് വിചാരിക്കാം. സോ എടുത്തു പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സിനിമ കുറച്ച് വർഷം മുന്നേ ഇറങ്ങിയ സിനിമയാണ്. നമ്മളിപ്പോഴത്തെ സിനിമകളിൽ മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതാണ് സാധാരണയായിട്ട്. ബാഹുബലിയിൽ 101 മിസ്റ്റേക്ക്, 1001 മിസ്റ്റേക്ക് എന്നൊക്കെ ഓരോ വീഡിയോസ് ഉണ്ട്. നമുക്കിപ്പോൾ പൊതുവേ നമുക്ക് സിനിമകളിൽ മിസ്റ്റേക്ക് കാണുന്നതൊരു തരം ഇറിറ്റേഷൻ പോലെയാണ്. ബട്ട് അന്നത്തെ കാലത്ത് അതൊന്നും വലിയ പ്രശ്നമല്ലായിരുന്നു. ബട്ട് ഇപ്പോൾ ഈ സിനിമയിൽ അധികം കുറേ മിസ്റ്റേക്കുകളുണ്ട്. ബട്ട് അന്നത്തെ ഓഡിയൻസിന് അത് വലിയ രീതിയിൽ അവർ ശ്രദ്ധിക്കാറില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഡയറക്ടേഴ്സ് ആയാലും വലിയ കാര്യമായിട്ട് എടുക്കാറില്ല. അങ്ങനെ അതിപ്പോൾ ഗില്ലിയിലും ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ മിസ്റ്റേക്കുകൾ, ഇതിലുണ്ട് മിസ്റ്റേക്കുകൾ. ഇതിലെ മിസ്റ്റേക്കുകൾ എടുത്ത് പറയുകയാണെങ്കിൽ, നമ്മുടെ ഫൈറ്റൊക്കെ കഴിഞ്ഞിട്ട് മറ്റേ ബെഡ്മയ്ക്ക് വീഴാൻ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇരട്ടകളാണ് വില്ലന്മാർ. അവർ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ഒരു ഫൈറ്റിൽ കിടിലനായിട്ട് ചെയ്തു, അതായത് ആരാന്ന് മനസ്സിലാവാണ്ട്. പിന്നത്തേലൊക്കെ ഡ്യൂപ്പുകളാണെന്ന് സിമ്പിളായിട്ട് നോക്കി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സോ ഇത്രയൊക്കെ പറയാനുള്ളൂ ഗില്ലി റിലീസ്. നിങ്ങൾ ഗില്ലി റിലീസ് കാണുകയാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയും റിലീസ് സിനിമകൾ വരുന്നുണ്ട്. തമിഴിൽ മാത്രമല്ല, നമ്മുടെ മണിച്ചിത്രത്താഴടക്കം റിലീസ് ചെയ്യാൻ പോവുകയാണ്. 30 വർഷത്തിന് ശേഷമാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ഏത് ഭാഷയിലായാലും നിങ്ങൾ കാത്തിരിക്കുന്ന റിലീസ് മൂവി ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് ധ്യാൻ ദേവിച്ച് സൈനിങ് ഓഫ്.